റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഭൂമി തരംമാറ്റം നടപടികളിൽ 6 മാസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ. കേരള റവന്യൂ റിക്കവറി ഭേദഗതി ബില്ലിന്റെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളുടെ റവന്യൂ അസംബ്ലി ചേർന്നു. മലയോര പട്ടയ വിവരശേഖരണം അപേക്ഷ നൽകാനുള്ള സമയം ജൂലൈ 30 വരെ നീട്ടി. സംസ്ഥാനത്ത് 200 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയതിന്റെ വിജയാഘോഷം നടത്തി. ഭൂമി തരംമാറ്റം അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി താലൂക്ക് അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വികേന്ദ്രീകരണ സംവിധാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമി തരംമാറ്റൽ നടപടികൾക്ക് വേഗത വർദ്ധിപ്പിക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കുന്നതിനും ഉദ്യോഗസ്ഥ വിന്യാസത്തിൽ വരുത്തുന്ന മാറ്റങ്ങളോടെ സാധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. തരംമാറ്റം നടപടികളിൽ ഏജന്റുമാരുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും ഇത്തരം കച്ചവടക്കണ്ണോടെയുള്ള ഏജന്റുമാരെ നിയന്ത്രിക്കുന്നതിന് റവന്യൂ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധന ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷനായിരുന്നു. കേരള റവന്യൂ റിക്കവറി ഭേദഗതി ബിൽ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ സമർപ്പിച്ചു. 1968 രൂപീകരിച്ച 87 സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് പരിഷ്കരിച്ച് ജനോപകാരപ്രദമാക്കുന്നത്. റവന്യൂ റിക്കവറി നടപടികൾക്ക് നിശ്ചിത കാലത്തേക്ക് നിബന്ധനകളോടെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഭേദഗതിയാണ് പരിഷ്കരണത്തിലെ പ്രധാനം. നേരത്തെ ഹൈക്കോടതി പരിഗണിച്ച കേസിൽ RR നടപടി സ്റ്റേ ചെയ്യാൻ സർക്കാരിന് അനുമതിയില്ലെന്ന് നിരീക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നിയമ ഭേദഗതിയിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള അധികാരം ചേർത്തത്. റവന്യൂ റിക്കവറി തുകയുടെ പലിശ നിരക്ക് നിലവിൽ 12%. അത് 9% കുറച്ചു. ചില സ്ഥാപനങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള പലിശ നിരക്ക് 9% കുറവാണെങ്കിൽ ആ പലിശയേക്കാൾ കൂടുതൽ കക്ഷിയിൽ നിന്നും ഈടാക്കാൻ ആവില്ല. ജപ്തി ചെയ്ത ജംഗമ വസ്തുക്കളുടെ വിൽപ്പന, ലേലം എന്നിവയിലും ജനക്ഷേമം ലക്ഷ്യമിട്ടുള്ള മാറ്റമാണ് നിയമത്തിൽ വരുത്തിയിരിക്കുന്നത്. റിക്കവറി നോട്ടീസുകളും ഉത്തരവുകളും കുടുംബത്തിലെ പ്രായപൂർത്തിയായ പുരുഷന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നിബന്ധനയിൽ നിന്നും പുരുഷൻ എന്ന പദം ഈ ഭേദഗതിയിലൂടെ ഒഴിവാക്കും. സ്ഥാവര ജംഗമ വസ്തുക്കളുടെ പൊതുലേലത്തിനൊപ്പം ഈ ലേലവും ഉൾപ്പെടുത്തി. പത്രങ്ങൾക്ക് പുറമെ ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റിലും നോട്ടീസ് പ്രസിദ്ധീകരിക്കാം. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് വിഷൻ ആൻഡ് മിഷൻ 2021-26 ഭാഗമായി 4ാമത് ജില്ലാ റവന്യൂ അസംബ്ലി തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നടന്നു വരികയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന റവന്യൂ വകുപ്പിന്റെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി വിട്ടുകിട്ടാൻ ശ്രമങ്ങൾ നടക്കുന്നതായി മന്ത്രി കെ രാജൻ എറണാകുളം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പറഞ്ഞു. ജില്ലയിലെ MLA-മാരായ മന്ത്രി P രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K ബാബു, അനൂപ് ജേക്കബ്, TJ വിനോദ്, അൻവർ സാദത്ത്, റോജി M ജോൺ, ഉമാ തോമസ്, എൽദോസ് കുന്നപ്പള്ളി, KN ഉണ്ണികൃഷ്ണൻ, KJ മാക്സി, PV ശ്രീനിജൻ, ആന്റണി ജോൺ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ തോട് പുറമ്പോക്ക് മേഖലയിലെ പട്ടയ അപേക്ഷകളും ഭൂമി തരംമാറ്റം സംബന്ധിച്ച പരാതികളും പരിഗണിക്കണമെന്ന് MLA-മാർ അസംബ്ലിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പറവൂർ മിനി സിവിൽ സ്റ്റേഷൻ അനക്സ് കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. MLA-മാരും മണ്ഡലങ്ങളിലെ ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നത് ശ്രദ്ധയിൽപ്പെടുത്തി. നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച റവന്യൂ മന്ത്രി കെ രാജൻ കളക്ടറുടെ വിശദീകരണം അസംബ്ലിയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. ഭൂമി തരംമാറ്റം പ്രക്രിയയിൽ ഏജന്റുമാരെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജാഗ്രത കാണിക്കണമെന്നും തൃശൂർ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലയിലെ MLA-മാരായ മന്ത്രി R ബിന്ദു, AC മൊയ്തീൻ, P ബാലചന്ദ്രൻ, മുരളി പെരുന്നെല്ലി, KK രാമചന്ദ്രൻ, NK അക്ബർ, ET ടൈസൺ, CC മുകുന്ദൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, സനീഷ് കുമാർ ജോസഫ് എന്നിവർ മണ്ഡലങ്ങളിലെയും ജില്ലയിലെയും പൊതുവിഷയങ്ങളും ആവശ്യങ്ങളും അവതരിപ്പിച്ചു. റീസർവേ പൂർത്തിയായാൽ
അതത് പ്രദേശത്തെ റവന്യൂ സർക്കാർ ഭൂമികൾ റെയിൽവേ അടക്കം മറ്റ് സംവിധാനങ്ങളുടെ ആസ്തിയായി മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ MLA-മാർക്ക് സ്ഥിതിവിവരം കൈമാറണമെന്ന് തിരുവനന്തപുരം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ മന്ത്രി നിർദ്ദേശം നൽകി. 6 മാസം കൂടുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതത് MLA-മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിലെ MLA-മാരായ മന്ത്രി GR അനിൽ, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയ്, OS അംബിക, K ആൻസലൻ, DK മുരളി, V ശശി, M വിൻസെന്റ്, IB സതീഷ്, VK പ്രശാന്ത് തുടങ്ങിയവർ മണ്ഡലങ്ങളിലെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഇടുക്കി, വയനാട് ജില്ലകളുടെ സംയുക്ത റവന്യൂ അസംബ്ലിയും നടന്നു. മലയോര ജില്ലകളിലെ പട്ടയ വിതരണം വേഗത്തിലാക്കാനുള്ള നടപടികളും ഭൂമിയുടെ അവകാശം പതിച്ചു കൊടുക്കുന്നതിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും അസംബ്ലിയിൽ ചർച്ച ചെയ്തു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, OR കേളു എന്നിവരടക്കം 2 ജില്ലകളിൽ നിന്നുള്ള MLA-മാർ പങ്കെടുത്തു. MLA-മാർ മണ്ഡലങ്ങളിലെയും ജില്ലകളിലെയും ആവശ്യങ്ങളും വിഷയങ്ങളും അവതരിപ്പിച്ചു. PJ ജോസഫ് MLA-യുടെ സബ്മിഷനും പരിഗണിച്ചു. ഭൂമിയുടെ അവകാശം പതിച്ചു കൊടുക്കുന്നതിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും അസംബ്ലിയിൽ ചർച്ച ചെയ്തു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് പാലക്കാട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ ജില്ലയിൽ നിന്നുള്ള MLA-മാർ ആവശ്യപ്പെട്ടു. കാന്തപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിനുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്തണമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. നദികളിൽ നിന്നും മണൽ വാരുന്നതിന് സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചു. നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ MLA-മാരും റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഊർജിതമാക്കാനും യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ പദ്ധതികൾ സമയബന്ധിതമായി പ്രാവർത്തികമാക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുന്നതിനും റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അഭിപ്രായങ്ങളും മണ്ഡലത്തിലെ ആവശ്യങ്ങളും രേഖാമൂലം നൽകി. മന്ത്രിമാരായ J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ എന്നിവരുടെ നിർദ്ദേശങ്ങൾ അസംബ്ലിയെ അറിയിച്ചു. ഭൂരഹിതരില്ലാത്ത പുനലൂർ പദ്ധതി പൂർത്തീകരിക്കാൻ കൂടുതൽ സ്ഥലം കണ്ടെത്തണമെന്ന PS സുബാൽ MLA-യുടെ ആവശ്യം പരിഹരിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി K രാജൻ നിർദ്ദേശം നൽകി. കുണ്ടറ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷന് അനുവദിച്ച ഭൂമിയിൽ കൃഷി വകുപ്പ് ഓഫീസ് കെട്ടിട നിർമ്മാണം തുടങ്ങിയ സംഭവം ഗൗരവത്തിൽ പരിശോധിക്കണമെന്ന് PC വിഷ്ണുനാഥ് നിർദ്ദേശിച്ചു. കുന്നത്തൂർ മണ്ഡലത്തിൽ നിരവധി പേർക്ക് ഇനിയും പട്ടയം ലഭിക്കാനുണ്ടെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA അസംബ്ലിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മറ്റ് MLA-മാരുടെ നിർദ്ദേശങ്ങളും അസംബ്ലിയിൽ ചർച്ച ചെയ്തു. വനഭൂമി പട്ടയം സംബന്ധിച്ച വിവരശേഖരണത്തെക്കുറിച്ച് അറിവ് ലഭിക്കാത്തത് മൂലം അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഒരവസരം കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി K രാജൻ നിയമസഭയിൽ അറിയിച്ചു. മലയോര മേഖലകളിൽ പട്ടയ വിതരണത്തിന് പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും സംയുക്ത പരിശോധന നടത്തുന്നതിനും അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാന റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1977 ജനുവരി 1 മുമ്പ് വനഭൂമി കുടിയേറി താമസിച്ച് വരുന്നവരിൽ നാളിതുവരെ പട്ടയം ലഭിക്കാത്തവരെ കണ്ടെത്തുന്നതിന് സമഗ്ര വിവരശേഖരണം നടത്തുവാൻ തീരുമാനിച്ചത്. 2024 മാർച്ച് 1 മുതൽ മാർച്ച് 30 വരെ നടത്തിയ വിവരശേഖരണത്തിൽ 37,311 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കേന്ദ്ര അനുമതിക്കായി പരിവേഷ് പോർട്ടലിലൂടെ കേന്ദ്ര അനുവാദം ലഭ്യമാക്കി 1993 ചട്ടങ്ങൾക്ക് വിധേയമാക്കും. തുടർന്ന് പട്ടയ വിതരണം ചെയ്യാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കൊല്ലം ജില്ലയിൽ പട്ടയം നൽകുന്നതിനായി പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലായി സംയുക്ത പരിശോധന പൂർത്തിയാക്കിയ 4552 കേസുകളുടെ വിവരങ്ങൾ പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. പഴയകാലത്തെ രേഖകൾ കൂടി സ്കാൻ ചെയ്ത് അവ അപ്ലോഡ് ചെയ്യാനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും മന്ത്രി K രാജൻ അറിയിച്ചു. സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങളിൽ 200 വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമപ്രകാരം 9/2 പ്രസിദ്ധീകരിച്ചതിന്റെ സംസ്ഥാനതല ആഘോഷം റവന്യൂ മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ നടന്നു. തീർത്തും റവന്യൂ വകുപ്പിന്റെ സർവേ വിഭാഗം ജീവനക്കാരുടെ വിയർപ്പിന്റെ നേട്ടമാണിതെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമൊപ്പം കേക്ക് മുറിച്ച് മന്ത്രി സന്തോഷം പങ്കിട്ടു. 2024 കഴിയുന്നതോടെ ഡിജിറ്റൽ റീസർവേയുടെ 2ാം ഘട്ടം പൂർണ്ണമായും പൂർത്തീകരിക്കാനാവും. ഒരു പരിധിവരെ 3ാം ഘട്ടത്തിന്റെ പൂർത്തീകരണവും പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
ലഹരിക്കെതിരെ വലയം തീർത്ത് കോഴിക്കോട് സൗഹൃദ മതിൽ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മാനാഞ്ചിറയ്ക്ക് ചുറ്റും ലഹരിക്കെതിരെ സൗഹൃദ മതിൽ തീർത്ത് കോഴിക്കോട്ടുകാർ. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NSS, SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ വിവിധ വിദ്യാർത്ഥി സംഘങ്ങളെ പ്രതിനിധീകരിച്ചുള്ള വോളണ്ടിയർമാരും പൊതുജനങ്ങളും അണിചേർന്നു. സൗഹൃദ മതിലിനെ തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശ റാലിയും നടത്തി. എടവനക്കാട് കടലാക്രമണം. താൽക്കാലിക പരിഹാര നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കും. കടലാക്രമണം നേരിടുന്ന എടവനക്കാട് പഞ്ചായത്തിൽ താൽക്കാലിക പരിഹാര നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്. കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ എടവനക്കാട് സമരസമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിയന്തര ഇടപെടലിനായി സർക്കാർ തലത്തിൽ പ്രശ്നം അവതരിപ്പിക്കും. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ 330 മീറ്ററിൽ ജിയോ ബാഗ് ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം 15 ദിവസത്തിനകം പൂർത്തിയാക്കും. 40 ലക്ഷം രൂപ ചെലവിലാണ് താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. തോട് ശുചീകരണം 7 ദിവസത്തിനകം പൂർത്തിയാക്കും. കടൽ ഭിത്തി തകർന്നു കിടക്കുന്ന മേഖലയിൽ കരിങ്കല്ല് ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതയും പരിശോധിക്കും. തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയർ, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അധികൃതർ എന്നിവരോട് പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലാ കളക്ടറായി ശ്രീമതി DR മേഘശ്രീ IASനെ നിയമിച്ചു. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാനായി TV ബാലൻ ചുമതലയേറ്റു. ഭവന നിർമ്മാണ ബോർഡ് അംഗങ്ങളായ മാങ്കോട് രാധാകൃഷ്ണൻ, സുമോദ് എബ്രഹാം, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ജനപ്രതിനിധികൾ, ബോർഡിലെ ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. അന്തരിച്ച പുൽപ്പള്ളി വില്ലേജ് ഓഫീസിലെ BFA ഉമേഷ്, കല്ലൂപ്പാറ വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് ജയപ്രകാശ് എന്നിവർക്ക് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.